ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞം കഴിഞ്ഞതിന് ശേഷം നടന്ന ചില സംഭവ വികാസങ്ങളെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. മഹാഭാഗവതത്തിലെ കഥകളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഏകദേശം 2 മാസത്തോളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാധവത്തിന്റെ കൂടെ ഭഗവാന്റെ സ്വർഗാരോഹണം മുതൽ ഇതുവരെ സഞ്ചരിച്ച എല്ലാവരും തന്നെ മഹാഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഭഗവാൻ ആ കാരാഗ്രഹത്തിന്റെ പരുപരുത്ത തറയിൽ അവതരിച്ചു, കൈകാലിട്ട് കുടഞ്ഞു കരഞ്ഞു. ആ നിമിഷം മുതൽ നമ്മളെല്ലാവരും ഭഗവാന്റെ കൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാഭാഗവതം അവസാനിക്കാറായി, ഭഗവാന്റെ സ്വർഗാരോഹണം അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ജീവിതത്തിലൂടെ നമ്മൾ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാരത യുദ്ധമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജസൂയ യജ്ഞം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ശിശുപാലനും ദന്താവക്ത്രനും മരണപ്പെട്ടു. ആ കാര്യമൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു. പിന്നീട് വ്യാസദേവൻ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വിപത്തിനെ പറ്റി യുധിഷ്ഠിരന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ആ കാര്യം വരെയാണ് നമ്മൾ പറഞ്ഞത്. രാജസൂയത്തിന് വന്ന എല്ലാവരും അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ദുര്യോധനൻ മടങ്ങിപ്പോയിട്ടില്ല ഇതുവരെ. ദുര്യോധനൻ അയാളുടെ അമ്മാവനായ ശകുനിയോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് മയൻ നിർമ്മിച്ച ആ കൊട്ടാരം, ആ സഭ, അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. തൻ്റെ രാജധാനിയായ ഹസ്തിനപുരത്തില്ലാത്തതായ അനേകം കരകൗശലങ്ങൾ ദുര്യോധനൻ അവിടെ കാണുകയാണ്. ഒരു ദിവസം ദുര്യോധനൻ സഭാമണ്ഡലം ചുറ്റിക്കറങ്ങി കാണുകയായിരുന്നു. സ്ഫടിക നിർമ്മിതമായ ഒരു പ്രതലത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. എന്നാൽ അവിടെ വെള്ളം കെട്ടുനിൽക്കുകയാണ് എന്നാണ് ദുര്യോധനൻ ധരിക്കുന്നത്. സ്ഫടിക നിർമ്മിതമായ പ്രതലമായിരുന്നു, പക്ഷെ വെള്ളമുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവിടെ ദുര്യോധനന് ഉണ്ടാകുന്നു. നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നതായിട്ട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കാണണം. ദുര്യോധനന്റെ ഇപ്രകാരമുള്ള പ്രവർത്തികളും ആ അങ്കലാപ്പുമെല്ലാം നിങ്ങൾക്ക് മനസ്സിൽ കാണാനായിട്ട് സാധിക്കണം. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് എന്ന് ദുര്യോധനൻ ധരിക്കുകയും അതുകൊണ്ട് ഉടുവസ്ത്രം നനയാതിരിക്കുന്നതിനായിട്ട് അത് അയാൾ കൈകൊണ്ട് ഉയർത്തുന്നു. എന്നാൽ നടന്നു തുടങ്ങിയപ്പോഴാണ് ദുര്യോധനന് അവിടെ വെള്ളമില്ല എന്ന് മനസ്സിലാകുന്നത്. താൻ വിഡ്ഢിയായി അതോർത്ത് ദുര്യോധനൻ മനപ്രയാസപ്പെടുകയും ചെയ്തു. എങ്കിലും വീണ്ടും അദ്ദേഹം മുമ്പോട്ട് നടക്കുന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ദുര്യോധനൻ അങ്ങ് വീഴുകയാണ്. കാരണം അവിടെ ജലമുണ്ടായിരുന്നു എന്നുള്ളത് ദുര്യോധനന് മനസ്സിലായതുമില്ല. അങ്ങനെ വെള്ളത്തിൽ വീണ ദുര്യോധനന്റെ വസ്ത്രം മുഴുവനും നനയുകയും ചെയ്തു. ധർമ്മരാജാവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് സേവകന്മാർ അദ്ദേഹത്തിന് പുതിയ പട്ടുവസ്ത്രങ്ങൾ കൊണ്ടുചെന്ന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സ്വയം അവഹേളിതനായി നിൽക്കുന്ന ദുര്യോധനന്റെ ആ അവസ്ഥ കണ്ട ഭീമനും അർജുനനും നകുലനും സഹദേവനും ദ്രൗപദിയും ഉറക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. അപമാനിതനായിരുന്നു ദുര്യോധനൻ. അക്കൂട്ടത്തിൽ ഇവരൊക്കെ പൊട്ടിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ദ്രൗപദിയുടെ ചിരി. ആ ചിരി ദുര്യോധനന്റെ മനസ്സിലാണ് തറച്ചത്. അതോടുകൂടി ദുര്യോധനന് കോപവും ജാള്യതയും ഉണ്ടായി. എന്നാൽ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ആക്ഷേപിച്ച് തന്നെ നോക്കി ചിരിക്കുന്ന പാണ്ഡവരുടെ നേരെ നോക്കാതെ ദുര്യോധനൻ മുമ്പോട്ട് നടന്നു നീങ്ങുകയും ചെയ്തു. അതിനുശേഷം ദുര്യോധനന് വീണ്ടും
ഒരബദ്ധമുണ്ടാകുന്നു. അതായത് ദുര്യോധനൻ അങ്ങനെ മുമ്പോട്ട് നടക്കുകയാണ്. ആ സമയത്ത് ദുര്യോധനന്റെ ചിന്ത തൻ്റെ മുമ്പിൽ ഒരു വാതിൽ ഉണ്ട് എന്ന്. പക്ഷേ ദുര്യോധനൻ ആ വാതിൽ കടക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ വാതിൽ ഉണ്ടായിരുന്നില്ല, ഭിത്തിയായിരുന്നു. ആ ഭിത്തിയിൽ തലയടിച്ച് അദ്ദേഹം തല ചുറ്റി താഴെ വീഴുകയും ചെയ്തു. ഒരു തവണ ശരിയായ വാതിലിന്റെ മുന്നിൽ ചെന്നിട്ട് അത് ചുവരാണ് എന്ന് ധരിച്ച് അകത്തു കടക്കാതെ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ആകപ്പാടെ പല തരത്തിലുള്ള അബദ്ധങ്ങൾ ദുര്യോധനന് ആ സഭാമണ്ഡലത്തിൽ വെച്ച് ഉണ്ടാകുന്നു. യജ്ഞത്തിന്റെ വിജയകരമായ പരിസമാപ്തിയിലുള്ള അത്യന്തം അസൂയയിലും അതുപോലെ തന്നെ ഇത്രയും മനോഹരമായ കലാവിരുതുള്ള യജ്ഞമണ്ഡപവും അതുപോലെ സഭാമണ്ഡപവും ഒക്കെ കണ്ടിട്ട് തനിക്ക് പറ്റിയ അബദ്ധമൊക്കെ ഓർത്തിട്ട് ദുര്യോധനന്റെ ഹൃദയം അസൂയയാൽ വിരോധത്താൽ ജ്വലിക്കുവാൻ തുടങ്ങി. തുടർന്ന് ആചാരമനുഷ്ഠാനമനുസരിച്ച് യുധിഷ്ഠിരനോട് അനുമതിയും വാങ്ങി അയാൾ തിരിച്ച് ഹസ്തിനപുരിയിലേക്ക് യാത്രയാവുകയും ചെയ്തു. രഥത്തിലേറി യാത്ര ചെയ്യവേ പാണ്ഡവരുടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ദുര്യോധനന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചുകൊണ്ടിരുന്നു. പാണ്ഡവന്മാരുടെ ആനന്ദവും സമസ്ത രാജാക്കന്മാരുടെയും മേലുള്ള അധീശത്വവും അബാലവൃദ്ധം ജനങ്ങളുടെ ബഹുമാനവും സമ്പത്തും എല്ലാം കണ്ടിട്ട് ദുര്യോധനന്റെ മനസ്സ് അസ്വസ്ഥമായി. കോപത്താൽ അയാൾ അന്ധനായി തീർന്നു. അങ്ങനെ ഒരു സമാധാനവും ദുര്യോധനന് പിന്നീട് ഉണ്ടായതുമില്ല. ദുര്യോധനന്റെ ഇപ്രകാരമുള്ള ഭാവം കണ്ടിട്ട് ശകുനി ദുര്യോധനന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ ദീർഘനിശ്വാസം വിടുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് അമ്മാവൻ മരുമകനോട് ചോദിക്കുന്നു. അപ്പോൾ മരുമകനായ ദുര്യോധനൻ അമ്മാവനായ ശകുനിയോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട അമ്മാവ, ധർമ്മരാജനായ യുധിഷ്ഠിരൻ അർജുനന്റെ കഴിവുകൊണ്ട് ഈ ഭൂമിയെ മുഴുവൻ അയാളുടെ അധീനതയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അയാളാകട്ടെ ദേവേന്ദ്രനെ പോലെ വിജയകരമായി രാജസൂയ യജ്ഞം നിർവഹിച്ചിരിക്കുന്നു. അയാൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ ഐശ്വര്യം കണ്ടിട്ട് എനിക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല. എൻ്റെ നെഞ്ചെരിയുന്നു. പൊന്നമ്മാവ, എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്താണല്ലോ ശ്രീകൃഷ്ണൻ ശിശുപാലനെ കൊന്നു വീഴ്ത്തിയത്. അത് കണ്ടുനിന്ന രാജാക്കന്മാരിൽ ഒരാൾ പോലും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. പാണ്ഡവന്മാരെ പോലെ എനിക്കും വളരണം. അതിനുള്ള ഒരവസരം അത് ഞാൻ കാണുന്നുമില്ല. എന്നെ അത്തരത്തിൽ സഹായിക്കുവാൻ ആരുമില്ല. ഇപ്പോൾ ആത്മഹത്യ ചെയ്താൽ എന്താണ് എന്ന് പോലും ഞാൻ ആലോചിക്കുന്നു. യുധിഷ്ഠിരന്റെ ഈ ഉന്നതി എനിക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമാകുന്നു. പൂർവജന്മ പുണ്യമാണ് ഏറ്റവും വലുത്. എനിക്കതില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദുര്യോധനൻ സങ്കടപ്പെടുകയാണ്. ഈ പാണ്ഡവന്മാരെ നശിപ്പിക്കുവാൻ ഞാൻ പല തവണ ശ്രമിച്ചതാണ്. എന്നാൽ ഞാൻ ഒരുക്കിയ കെണികളിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെട്ടു. ഇപ്പോഴാണെങ്കിലോ അടിക്കടി അവർക്ക് ഉയർച്ച മാത്രമാണ്. ദൈവം അവർക്ക് അനുകൂലമാണ്. അവരുടെ ഈ ഉയർച്ചയ്ക്ക് കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. പുരുഷാർത്ഥങ്ങൾ നിർവഹിച്ച ഞാൻ ഒന്നിനൊന്നിന് താണുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട അമ്മാവ, ഇപ്പോൾ അവിടുന്ന് എന്നെ ഏകനായി ഇരിക്കുവാൻ അനുവദിക്കണം. എനിക്കൊറ്റയ്ക്കിരിക്കണം. അവിടുന്ന് അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അച്ഛനെ ബോധ്യപ്പെടുത്തണം. ഞാൻ അല്പസമയം ഒറ്റയ്ക്കിരിക്കട്ടെ എന്നുകൂടി മരുമകൻ അമ്മാവനോട് പറയുന്നു. മരുമകന്റെ സങ്കടം കേട്ടപ്പോൾ അമ്മാവൻ പറയുകയാണ്, മകനെ,
ദുര്യോധന, പാണ്ഡവന്മാർ ഭാഗ്യം കൊണ്ട് അവർക്ക് കിട്ടിയ ഐശ്വര്യം ഇപ്പോൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് നീ അതിൽ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിന്നെ സഹായിക്കുവാൻ ഉറ്റവരും ഉടയവരും ആരുമില്ല എന്നുള്ള ചിന്ത അത് തെറ്റാണ്. നിന്റെ 100 സഹോദരങ്ങളും നിന്റെ ചൊൽപ്പടിയിലുള്ള അനുയായികൾ തന്നെയല്ലേ? ദ്രോണരില്ലേ? അദ്ദേഹത്തിന്റെ മകൻ അശ്വത്ഥാമാവില്ലേ? കർണനില്ലേ? കൃപാചാര്യനില്ലേ? സൗമദത്തിയില്ലേ? ഇവരെല്ലാം നിന്നെ സഹായിക്കില്ലേ? പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത്? അവരുടെ സഹായത്തോടു കൂടി നിനക്ക് വേണമെങ്കിൽ ഈ ഭൂമണ്ഡലം തന്നെ അധീനത്തിലാക്കാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞ് ശകുനി ദുര്യോധനനെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ദുര്യോധനൻ വീണ്ടും പറയുകയാണ്, പ്രിയപ്പെട്ട അമ്മാവ, അവിടുന്ന് സമ്മതിക്കുകയാണെങ്കിൽ അങ്ങയെയും അങ്ങ് പറഞ്ഞ രാജാക്കന്മാരെയും മറ്റുള്ള മഹാരഥന്മാരെയും എല്ലാവരെയും കൂട്ടി ഞാൻ പാണ്ഡവരെ ജയിക്കാം. എന്നെ കളിയാക്കി ചിരിച്ചതിനുള്ള പാരിതോഷികം ഞാൻ അവർക്ക് കൊടുക്കാം. എല്ലാവരെയും ജയിച്ചിരിക്കുന്ന പാണ്ഡവരെ ജയിച്ചാൽ ഭൂമി മുഴുവനും കീഴടക്കി എന്ന നില തന്നെ വരുമല്ലോ. സമസ്ത രാജാക്കന്മാരും ആ ദിവ്യമായ സഭ തന്നെയും എനിക്ക് സ്വന്തമാകുമല്ലോ. ഇങ്ങനെ ദുര്യോധനൻ അമ്മാവനോട് പറയുന്നു. അപ്പോൾ അമ്മാവൻ വീണ്ടും പറയുകയാണ്, ദുര്യോധന, ഭഗവാൻ കൃഷ്ണനെയും അർജുനനെയും ഭീമനെയും ഒക്കെ യുദ്ധത്തിൽ ജയിക്കുക എന്നത് ദേവന്മാരുടെ ശക്തിക്ക് പോലും അപ്പുറത്താണ്. അവരെല്ലാം മഹാരഥികളും ശ്രേഷ്ഠന്മാരായ വില്ലാളികളുമാണ്. അവരെ ജയിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്ത്രത്തിൽ വേണം കാര്യം സാധിക്കുവാൻ എന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠിരനെ ജയിക്കേണ്ടുന്ന മാർഗം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നു. യുധിഷ്ഠിരന് ചൂതുകളിയിൽ വലിയ ഭ്രമമാണ്. ചൂത് കളിക്കാൻ വിളിച്ചാൽ ഒരിക്കലും അയാൾ പറ്റില്ല എന്ന് പറയുകയില്ല. ഞാൻ ചൂതുകളിക്ക് കേമനാണെന്ന് നിനക്കറിയാമല്ലോ. എന്നെ ഈ ഭൂമിയിൽ വെല്ലാൻ ആരുമില്ല ചൂതുകളിയിൽ എന്നുള്ള കാര്യവും നിനക്ക് അറിയാമല്ലോ. അതുകൊണ്ട് യുധിഷ്ഠിരനെ നമുക്ക് വിളിക്കാം. അദ്ദേഹം സമ്മതിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ചൂത് കളിക്കാം. അങ്ങനെ യുധിഷ്ഠിരനെ നമുക്ക് തോൽപ്പിക്കാം. ഇങ്ങനെ ശകുനി ദുര്യോധനനോട് പറയുന്നു. അപ്പോൾ ദുര്യോധനൻ പറയുകയാണ്, അമ്മാവൻ തന്നെ ഇക്കാര്യം അച്ഛനോട് പറയണം. ഞാൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല, അമ്മാവൻ പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കും എന്ന് പറഞ്ഞ് യുധിഷ്ഠിരനെ ചൂത് കളിക്കുവാൻ വിളിക്കാനായി നിർബന്ധിക്കുവാൻ ശകുനിയെ പറഞ്ഞ് ഏർപ്പാടാക്കുന്നു. ശകുനി അച്ഛനായ ധൃതരാഷ്ട്രരോട് പറഞ്ഞ് സമ്മതം വാങ്ങണം എന്നാണ് ദുര്യോധനൻ ആവശ്യപ്പെടുന്നത്. ഹരേ കൃഷ്ണ. അങ്ങനെ ശകുനിയും ദുര്യോധനനും കൂടി യുധിഷ്ഠിരനെ ചതിക്കുവാൻ തീരുമാനിക്കുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ അച്ഛനായ ധൃതരാഷ്ട്രരോട് ശകുനി ചെന്ന് കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ അടുത്ത അധ്യായത്തിൽ പറയുന്നത്. എല്ലാവരും ആ ഭാഗം കേൾക്കാനായി കാത്തിരിക്കുക. ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുന്നതിനായി അല്പസമയം മാറ്റിവെക്കുക. മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുക. എല്ലാ ദിവസവും ഒരു 10-20 മിനിറ്റ് ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് മാറ്റിവെക്കുക. അങ്ങനെ സാധിക്കുന്നത് മഹാപുണ്യമാണ് എന്ന് ഓർക്കുക. ഭഗവാനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.